നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആരോ ഒരാൾ നിങ്ങളെ ഉള്ളിൽ നിന്ന് കത്തിക്കുന്നു. ആരോ ഒരാൾ നിങ്ങളുടെ ഊർജം ഊറ്റിക്കുടിക്കുന്നു. ഒരു വാക്കുകൊണ്ടൊരു നോക്കുകൊണ്ടൊരു ചിരികൊണ്ട് നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരൊറ്റ കഴിവിനെക്കുറിച്ചാണ്. അവഗണനയുടെ കല. ആചാര്യ ചാണക്യൻ തന്റെ ചാണക്യനീതിയിൽ വളരെ വ്യക്തവും ആഴമേറിയതുമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മൂർഖന്മാരോട് തർക്കിക്കുന്നതും നിന്ദകർക്ക് മറുപടി നൽകുന്നതും നീചമായ ആളുകളുമായി വഴക്കിടുന്നതും ബുദ്ധിയുടെ ലക്ഷണമല്ല, മറിച്ച് വിഡ്ഢിത്തത്തിന്റെ അടയാളമാണ്. ഇന്നത്തെ ലോകത്ത് ഇത് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. കാരണം നാം ഓരോ ദിവസവും എണ്ണമറ്റ നെഗറ്റീവ് ഊർജത്തിനും തർക്കങ്ങൾക്കുമിടയിലാണ് ജീവിക്കുന്നത്. ഒരു വാട്സപ്പ് മെസ്സേജ്, ഒരു സോഷ്യൽ മീഡിയ കമന്റ്, ഒരു ഓഫീസ് ഗോസിപ്പ്, ഒരു കൂട്ടുകാരന്റെ അസൂയ, ഇവയൊക്കെ ചേർന്ന് നിങ്ങളുടെ ദിവസം നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരും നമ്മളെ തളർത്താനും നമ്മുടെ ഊർജം കവർന്നെടുക്കാനും ശ്രമിക്കുന്നു. എപ്പോൾ, എങ്ങനെ ആളുകളെ അവഗണിക്കണം എന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ ജീവിതമെന്ന മത്സരത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. എന്നാൽ അവഗണനയുടെ കല വശമാക്കിയവർക്ക് മാത്രമേ തങ്ങളുടെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ജീവിതത്തിലെ യഥാർത്ഥ കളിക്കാരനാകാനും കഴിയൂ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് 8 ശക്തമായ വഴികളാണ്. ഇത് നിങ്ങളെ സമാധാനമുള്ളവരാക്കുക മാത്രമല്ല, ആൾക്കൂട്ടത്തിൽ നിന്ന് നിങ്ങളെ വേറിട്ട് നിർത്തുകയും ചെയ്യും. നിയമം 1: നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക. എന്തിനെങ്കിലും അവഗണിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കണം. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരാൾ നിങ്ങളെ ഒരു വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കുന്നു. ആ രാത്രി മുഴുവൻ നിങ്ങൾ ഉറങ്ങാനാകാതെ കിടക്കുന്നു. ആ ഒരു വാക്ക് ആ ഒരാൾ 1 മിനിറ്റിൽ മറന്നുകഴിഞ്ഞു. എന്നാൽ നിങ്ങൾ ആ 1 മിനിറ്റ് ഒരു ദിവസമാക്കി, ഒരു ദിവസം ഒരു ആഴ്ചയാക്കി, ആ ആഴ്ച ഒരു മാസമാക്കി, ആ മാസം ഒരു ശതമാക്കി. ഇതാണ് യഥാർത്ഥ ആക്രമണം. ആ ആളുടെ വാക്കല്ല, നിങ്ങളുടെ മനസ്സ് സ്വയം ചെയ്യുന്ന ആക്രമണമാണ്. ജീവിതത്തിൽ പരാജയങ്ങളുണ്ടാകാം, ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാം. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകും. ഇവിടെയാണ് ചാണക്യന്റെ തന്ത്രം പ്രസക്തമാകുന്നത്. മനുഷ്യന്റെ മനസ്സിന്റെ അവസ്ഥയാണ് അവന്റെ ഏറ്റവും വലിയ കരുത്തും ബലഹീനതയും. ലോകം എപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കില്ല. എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പോയാൽ നിങ്ങൾ മടുത്തുപോകും. അതുകൊണ്ട് അനാവശ്യ തർക്കങ്ങളിൽ നിന്നും ടോക്സിക് സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക. ചാണക്യൻ ഇതിനെ റോസാപ്പൂവും മുള്ളുകളുമായി താരതമ്യം ചെയ്യുന്നു. മുള്ളുകളെ ഇല്ലാതാക്കാൻ കഴിയില്ല, പക്ഷേ അവയിൽ തട്ടാതെ പൂവിനെ നുകരാൻ പഠിക്കണം. മനസ്സ് നിങ്ങളുടെ ദാസനാകണം, ഉടമസ്ഥനാകരുത്. നിയമം 2: എല്ലാവർക്കും മറുപടി നൽകേണ്ടതില്ല, സമയം നൽകട്ടെ. ഒരു കഥയോർക്കുക. ഒരു നദി ഒഴുകുകയാണ്. വഴിയിലൊരു കല്ല് അതിനെ തടയാൻ ശ്രമിക്കുന്നു. നദി ആ കല്ലിനോട് തർക്കിക്കാൻ നിൽക്കുന്നോ? ഇല്ല. അത് ആ കല്ലിനെ ചുറ്റി തന്റെ ഒഴുക്ക് തുടരുന്നു. ഒടുവിൽ ആ കല്ലും ആ നദി ഒഴുക്കിക്കൊണ്ടുപോകുന്നു. ചിലപ്പോൾ വാക്കുകളേക്കാൾ പ്രവൃത്തി കൊണ്ടാണ് മറുപടി നൽകേണ്ടത്. പലരും നിങ്ങളെ പ്രകോപിപ്പിക്കും. നിനക്ക് ഇതിന് കഴിയില്ല എന്ന് പറയും. നീ പരാജയപ്പെടും എന്ന് പറയും. നിന്നെ ആർക്കും അറിയില്ല എന്ന് പറയും. പക്ഷേ അവരോട് തർക്കിക്കരുത്. സമയത്തേക്കാൾ വലിയൊരു മറുപടി നൽകാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ ക്ഷമയോടെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് കുതിക്കുക. നിങ്ങളുടെ വിജയവും നിങ്ങളുടെ വളർച്ചയുമാകണം നിങ്ങളുടെ മറുപടി. ഏറ്റവും ശക്തമായ മൗനം ഏറ്റവും ഉച്ചത്തിൽ സംസാരിക്കുന്നു. നിയമം 3: നോ എന്ന് പറയാൻ പഠിക്കുക. ഒരു ചോദ്യം: ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? വേണ്ട എന്ന് പറയണം, പക്ഷെ ഉള്ളിൽ ഭയം. ഇവർ എന്നെ ഒറ്റപ്പെടുത്തും, ഇവർ എന്നെ ഇഷ്ടപ്പെടാതെയാകും, ഇവർ എന്നെ സ്വാർത്ഥൻ എന്ന് വിളിക്കും എന്ന ഭയം. ഈ ഭയമുണ്ടോ? എങ്കിൽ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അമിതമായി പാവത്തങ്ങളായ ആളുകൾക്ക് ആരെയും നോ എന്ന് പറയാൻ കഴിയില്ല. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി എപ്പോഴും ഓടി നടക്കുന്നവർ ഒടുവിൽ സ്വന്തം ജീവിതം മറന്നുപോകുന്നു. ചാണക്യൻ പറയുന്നത് ഓരോ വ്യക്തിയും സ്വന്തം അതിരുകൾ നിശ്ചയിക്കണമെന്നാണ്. മറ്റുള്ളവരുടെ സ്വാർത്ഥതയ്ക്ക് മുന്നിൽ കീഴടങ്ങരുത്. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആകട്ടെ, അവരെ അവഗണിക്കുക. നിങ്ങളുടെ ആത്മാഭിമാനമാണ് ഏറ്റവും വലുത്. ഓർക്കുക, ആകാശം നോ എന്നു പറയില്ലേ? ഒരു ദിവസം 24 മണിക്കൂർ മഴ പെയ്യില്ല. ഒരു ദിവസം 24 മണിക്കൂർ വെയിൽ ചൊരിയില്ല. ആകാശത്തിനും അതിരുകളുണ്ട്, നിങ്ങൾക്കില്ലേ? നിയമം 4: ഭാരം ഉപേക്ഷിക്കുക. ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് പറക്കണമെങ്കിൽ ഭാരം കുറയ്ക്കണം. ഒരു വിമാനത്തിൽ പോകുമ്പോൾ നാം കുറഞ്ഞ ലഗേജ് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ. അതുപോലെ ജീവിതത്തിൽ വിജയിക്കാൻ നെഗറ്റീവ് ചിന്തകളും അനാവശ്യ ആശങ്കകളും ഉപേക്ഷിക്കണം. 5 വർഷം മുൻപ് ആരോ ഒരാൾ ഒരു കാര്യം ചെയ്തു. ഇന്നും നിങ്ങൾ അത് ഓർക്കുന്നു. ആ ആളോ? ഒരുപക്ഷെ അദ്ദേഹം ആ കാര്യം നടന്ന ദിവസം തന്നെ മറന്നുകഴിഞ്ഞു. ഭൂതകാലത്തിലെ സങ്കടങ്ങളും
മറ്റുള്ളവരുടെ വിമർശനങ്ങളും പേറി നടന്നാൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയില്ല. മനസ്സിനെ ലഘുവായി വയ്ക്കുന്നവർക്ക് മാത്രമേ പുതിയ അവസരങ്ങളെ സ്വീകരിക്കാൻ കഴിയൂ. ഒരു പഴഞ്ചൊല്ല് ഓർമ്മ വരുന്നു. മേൽക്കൂര ഇടിഞ്ഞ വീടുമായി ആർ യാത്ര ചെയ്യും? ഉത്തരം ലളിതം, ആരുമില്ല. ഭൂതകാലം ഒരു ഇടിഞ്ഞ മേൽക്കൂരയാണ്, അത് ഉള്ളിൽ ചുമക്കേണ്ടതല്ല. നിയമം 5 വിശദീകരണങ്ങൾ നൽകുന്നത് നിർത്തുക. ഈ നിയമം ഒന്ന് ശ്രദ്ധിക്കൂ. ഇത് പലർക്കും ഒരു ദൗർബല്യമാണ്. ഓരോ തീരുമാനമെടുക്കുമ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാനിത് ചെയ്തത് ഇതുകൊണ്ടാണ്, ദൈവമേ എന്നെ ആരും തെറ്റിദ്ധരിക്കരുതേ എന്ന് ഒരിക്കലെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇത് ശക്തിയുടെ ലക്ഷണമല്ല, ഇത് അംഗീകാരത്തിനുള്ള ദാഹത്തിന്റെ ലക്ഷണമാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും മറ്റുള്ളവർക്ക് വിശദീകരണം നൽകുന്നത് നിങ്ങളെ ബലഹീനനാക്കും. മൗനം പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. നിങ്ങളെ മനസ്സിലാക്കുന്നവർക്ക് വിശദീകരണം ആവശ്യമില്ല. മനസ്സിലാക്കാത്തവർക്ക് എത്ര പറഞ്ഞാലും ബോധ്യപ്പെടുകയുമില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരത്തിനായി യാചിക്കാതെ ഒരു പുഞ്ചിരിയോടെ മുന്നോട്ടു പോകുക. സൂര്യൻ ഉദിക്കുമ്പോൾ ആരോടെങ്കിലും വിശദീകരണം ചോദിക്കാറുണ്ടോ? ഇല്ല. അതുദിക്കുന്നു, ഉദിക്കുന്നു, ഉദിക്കുന്നു. നിങ്ങൾ ആ സൂര്യനാകുക. നിയമം 6 ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ചരിത്രത്തിലെ ഏറ്റവും വലിയ ജേതാക്കൾ ഒരു കാര്യം ചെയ്തിരുന്നു. ശ്രദ്ധ, ഒറ്റ ശ്രദ്ധ. ചന്ദ്രഗുപ്ത മൗര്യൻ ഒരു ദരിദ്ര ബാലനായി ജനിച്ചു. ലോകം അവനെ കണ്ടില്ല. ചാണക്യൻ അവനോടൊരൊറ്റ കാര്യം പറഞ്ഞു. ലക്ഷ്യമുള്ളപ്പോൾ ലോകത്തിന്റെ അഭിപ്രായം ഒരു ശബ്ദം മാത്രമാണ്. അതിനെ ബധിരതയോടെ കടന്നുപോകൂ. വലിയ യുദ്ധങ്ങൾ ജയിക്കാൻ ചിലപ്പോൾ ചെറിയ തോൽവികൾ സമ്മതിക്കേണ്ടിവരും. നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ ചെറിയ തടസ്സങ്ങളെയും ആളുകളെയും അവഗണിക്കുക. ബുദ്ധിയുള്ളവൻ അനാവശ്യ കാര്യങ്ങളിൽ ഊർജം കളയാതെ തന്റെ ലക്ഷ്യത്തിനായി പണിയെടുക്കുന്നു. ലോകം മുഴുവൻ നിങ്ങളുടെ പേര് അറിയപ്പെടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഡിസ്ട്രാക്ഷനുകളെ ഇല്ലാതാക്കിയേ മതിയാകൂ. ഒരു അർജുനനുണ്ടായിരുന്നു. ദ്രോണർ ഒരു പക്ഷിയെ മരത്തിൽ വെച്ചു. നിങ്ങൾ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ഞാൻ കിരീടം കാണുന്നു. ഞാൻ ഇലകൾ കാണുന്നു എന്ന് ചിലർ പറഞ്ഞു. അർജുനൻ പറഞ്ഞത്, ഗുരു, ഞാൻ ആ പക്ഷിയുടെ കണ്ണു മാത്രം കാണുന്നു. ആ ഒറ്റ ശ്രദ്ധ, ആ ഒറ്റ ഫോക്കസാണ് ഒരു ശരാശരി ധനുർധരനെ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ യോദ്ധാവാക്കിയത്. നിയമം 7. അമിതമായി ലളിതമാകരുത്. കാട്ടിൽ നേരെ നിൽക്കുന്ന മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത്. അതുപോലെ അമിതമായി പാവങ്ങളായ ആളുകളെ ഈ ലോകം ചൂഷണം ചെയ്യും. ഒരു കടലോർക്കൂ. അതിന്റെ ഉള്ളിൽ ലക്ഷക്കണക്കിന് ജീവജാലങ്ങളുണ്ട്. അത് ശാന്തമാണ്, പക്ഷേ ആർക്കും അതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ആ ശക്തിയാണ് നിങ്ങൾക്കാവശ്യം. ലാളിത്യം നല്ലതാണ്, പക്ഷേ അതോടൊപ്പം ബുദ്ധിയും കരുത്തും വേണം. ചാണക്യനീതി പ്രകാരം ആളുകൾ നിങ്ങളെ നിസ്സാരമായി കാണാതിരിക്കാൻ അല്പം ആത്മവിശ്വാസവും ഗാംഭീര്യവും കാണിക്കുന്നത് തെറ്റല്ല. ദയ ദൗർബല്യമല്ല, ദൗർബല്യം ദൗർബല്യമാണ്. ഈ വ്യത്യാസം ഓർക്കുക. നിയമം 8. നെഗറ്റിവിറ്റിയോട് ബധിരനാകുക. അവസാനത്തേതും ഏറ്റവും ശക്തവുമായ നിയമം. ഒരാൾ ഒരു ആൾക്കൂട്ടത്തിൽ ഒരു ബുദ്ധഭിക്ഷുവിനെ ശകാരിക്കാൻ തുടങ്ങി. ഭിക്ഷു ശാന്തമായി നിന്നു. ആ ആളൊന്ന് ചോദിച്ചു, നിനക്ക് ദേഷ്യം വരുന്നില്ലേ? ഭിക്ഷു ചിരിച്ചു. ആരെങ്കിലും നിനക്കൊരു സമ്മാനം നൽകി, നീ അത് സ്വീകരിക്കുന്നില്ല. അത് ആരുടേതാണ്? അവന്റേതാണ് എന്ന് ആ ആൾ പറഞ്ഞു. ശരി, നിന്റെ ശകാരം ഞാൻ സ്വീകരിക്കുന്നില്ല. ആരുടേതാണ് അത്? ഭിക്ഷു ചോദിച്ചു. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് കേൾക്കാൻ നിൽക്കരുത്. നിങ്ങൾ അതിൽ താൽപ്പര്യം കാണിക്കുമ്പോൾ അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ എളുപ്പമാകുന്നു. ഒരാൾ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ അത് കേൾക്കാതിരുന്നാൽ അയാൾ തനിയെ മടുത്തു പിന്മാറും. നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളെ തരം താഴ്ത്താൻ കഴിയില്ല. ഈ 8 നിയമങ്ങൾ ഒരിക്കൽ കൂടി ഓർക്കൂ. മനസ്സിനെ നിയന്ത്രിക്കൂ, സമയം നൽകൂ, നോ പറയൂ, ഭാരമിറക്കൂ, വിശദീകരണം നിർത്തൂ, ലക്ഷ്യം മാത്രം കാണൂ, ഗാംഭീര്യം കാക്കൂ, നെഗറ്റിവിറ്റിക്ക് ബധിരനാകൂ. കൂടുതൽ സംസാരിക്കുകയും സ്വയം വിശദീകരിക്കുകയും ചെയ്യുന്നവർക്ക് മൂല്യം കുറയും. അപൂർവമായ വസ്തുക്കൾക്കാണ് എപ്പോഴും വില കൂടുതൽ. നിങ്ങളുടെ മൗനവും കഠിനാധ്വാനവുമാകട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ഈ പോയിന്റുകളിൽ ഏതാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്? താഴെ കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ രഹസ്യ അറിവുകൾക്കായി സീക്രട്ട് വിസ്ഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. നമുക്ക് ഒരുമിച്ച് ജീവിതം മെച്ചപ്പെടുത്താം. നന്ദി.